ഗുഡ് ഈവനിങ്. മാറ്റിനി വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസവും ഈ ദിവസവും നമ്മൾ യാത്രകളുടെ വിവരണങ്ങളാണ് ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. പ്രധാനമായും ഒലേനൻ സാറിന്റെ ജപ്പാനിലേക്കുള്ള യാത്രയിലൂടെ ആ കാഴ്ചകളും ആ വിവരണങ്ങളും ഒക്കെ നമ്മൾ ഇന്നലെ കേൾക്കുകയായിരുന്നു. ജപ്പാനിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ചില കാഴ്ചകൾ ഇന്നലെ സാറ് കാണിച്ചിരുന്നു. ഞാനതിനെ ഒരു മിനിറ്റ് കൊണ്ടൊന്ന് PPT-യിലൂടെ ഒന്ന് കാണിക്കാം. ഇന്നലെ വരാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്നൊന്ന് ഓർമ്മയിൽ വരുത്താൻ ഒരുപക്ഷെ അത് ഗുണകരമാകും. അതിനുശേഷം ഇന്നത്തെ ക്ലാസ്സിലേക്ക് നമുക്ക് പോകാം. എന്തൊക്കെ സ്ഥലങ്ങളാണ് കാണിച്ചിരുന്നതെന്ന് മാത്രമേ പറയുന്നുള്ളൂ. ചെറി ബ്ലോസംസ്, കാർപ്പറ്റ് പോലെ ചെറി ബ്ലോസംസ് ഉണ്ടായിരുന്ന ജപ്പാന്റെ നഗരങ്ങളെ കുറിച്ച് സാർ പറഞ്ഞു. അതുപോലെ തന്നെ സമിര റിവർ ക്രൂസിനെ കുറിച്ച് പറഞ്ഞു. മനോഹരമായ ക്രൂസിലൂടെയുള്ള യാത്രകൾ. അതുപോലെ തന്നെ ടോക്കിയോ ടവർ, അതുപോലെ ടോക്കിയോയിലുള്ള സ്കൈ ട്രീ ടവർ. സാറേ അത് മാറി മാറി വരുന്നില്ല സാറേ, മാറി വരുന്നില്ലേ? ചെറി ബ്ലോസംസ്, കാർപ്പറ്റ് പോലെ ചെറി ബ്ലോസംസ്. സാർ ഒരു സംശയം, ഈ കടലാസ് പൂക്കളാണോ? കടലാസ് പൂക്കൾ നമ്മൾ പറയുന്ന പൂക്കളാണോ? പൂക്കളല്ല. പിന്നെ രണ്ടാമത് പിന്നെ പറഞ്ഞത് സമീറ എന്ന് പറയുന്ന റിവർ ക്രൂസിന്റെ ദൃശ്യങ്ങൾ. പിന്നെ സ്കൈ ടവർ, ടോക്കിയോ ടവർ, പിന്നെ ടോക്കിയോ സ്കൈ ട്രീ ടവർ, പിന്നെ മൗണ്ട് ഫുജി എന്ന് പറയുന്ന ഒരു വോൾക്കാനോയുടെ ദൃശ്യം. അതിന്റെ 5th സ്റ്റേഷൻ, സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഹാക്വാൻ റോക്ക് വേസ്, പിന്നെ ഹോട്ട് സ്പ്രിങ്സ്, ആവി പൊങ്ങുന്ന വോൾക്കാനോയുടെ എഫക്റ്റ് ആകാം. മുട്ട അതിൽ കൂടെ പൊരിച്ചെടുക്കുന്ന ദൃശ്യങ്ങള്, അതുപോലെ ഹിരോഷിമയുടെ വിശിഷ്ടങ്ങള്, ബുള്ളറ്റ് ട്രെയിൻ, സാർ താമസിക്കുന്ന റൂമിൽ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ കാണുന്ന നഗരത്തിന്റെ കാഴ്ചകൾ, കിങ്കാക്കുജി എന്ന് പറയുന്ന ഒരു ടെമ്പിൾ, സുവർണ ക്ഷേത്രം എന്നൊക്കെ പറയുന്ന പോലെ ഗോൾഡൻ ടെമ്പിൾ, പിന്നെ ഒരു ഫോർട്ട്, ടോഡ്ജി ആൻഡ് ഡിയർ പാർക്ക്, പിന്നെ ബാംബു. ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട ദൃശ്യങ്ങളാണ് നമ്മൾ ഇന്നലെ കണ്ടത്. ഇതിന്റെ തുടർച്ചയായിട്ട് ഇന്ന് സാറ് സംസാരിക്കുന്നത് പ്രധാനമായും ഹിരോഷിമയെ കുറിച്ചാണ്. ഹിരോഷിമയിലും നാഗസാക്കിയിലും അമേരിക്ക അണുബോംബ് കഴിഞ്ഞപ്പോൾ ഉണ്ടായിട്ടുള്ള ആ വ്യത്യാസങ്ങളും ചേഞ്ചസും ഒക്കെയാണ് ഒലേനൻ സാറിലൂടെ ഇന്ന് നമ്മൾ കേൾക്കുന്നത്. ഒലേനൻ സാർ പറഞ്ഞോളൂ സാർ. ഓക്കെ, എല്ലാവർക്കും നമസ്കാരം. ഇന്നലത്തെ ഒരു ഹാങ് ഓവറിൽ നിന്ന് തിരിച്ചു വന്നതാണ്. ഇപ്പോൾ ഇന്ന് സ്ഥലങ്ങളെക്കാളേറെ ലോക ചരിത്രത്തിലെ കിടിലം കൊള്ളിച്ച ഒരു സംഭവവും അതിൻ്റെ പിതാവും, ആ പിതാവിനെ കുറിച്ചുള്ള ഒരു ചെറു വിവരണവുമായിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. യുദ്ധത്തിൻ്റെ ഗതിവിധികളെ കുറിച്ചുള്ള കാര്യങ്ങളും ലോകത്ത് ആദ്യമായി
ഒരു അണുബോംബ് വിസ്ഫോടനം ഉണ്ടാവാനുള്ള അന്തർധാരകൾ, അതിൻ്റെ പിതാവിൻ്റെ വളർച്ചയും അദ്ദേഹത്തിൻ്റെ കണ്ടുപിടുത്തവും പ്രായോഗികതയും അതൊക്കെ കൂട്ടിച്ചേർത്ത് അവസാനം നമ്മൾ ആ മ്യൂസിയത്തിലേക്ക്, ആ ബോംബ് വീണ ആ ഭാഗത്ത് ഡൂം ആൻഡ് മ്യൂസിയം, ആ മ്യൂസിയത്തിലേക്ക് കയറുമ്പോൾ കാണുന്ന കാഴ്ചകൾ, അതോടുകൂടി നമ്മളിത് ഇന്ന് അവസാനിപ്പിക്കുകയാണ്. ബോംബ് വീണതിനെക്കുറിച്ചും അതിനെക്കുറിച്ചൊക്കെയാണ് ഇന്ന് സംസാരിക്കുന്നത്. കൂടുതലായ സ്ഥലങ്ങളിലേക്ക് ഇന്ന് പോകുന്നില്ല. ആ ചരിത്രം നമുക്കൊന്ന് നമ്മളിൽ ഒന്ന് ഉണർത്തുക മാത്രമാണ് ഞാൻ ഇന്ന് ചെയ്യുന്നത്. ഈ അണുബോംബ് അമേരിക്ക പ്രയോഗിക്കാൻ ഒരു പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് രണ്ടാം ലോക മഹായുദ്ധം അവസാനിപ്പിക്കുക എന്നത് തന്നെയാണ്. ഈ അണുബോംബിന് പേര് ലിറ്റിൽ ബോയ് എന്നാണ്. 1945 ആഗസ്റ്റ് 6 സമയം കാലത്ത് 8:14 ഈ വിട്ടവർ മാത്രമേ അറിയുകയുള്ളൂ. രാവിലെ ഈ അവിടുത്തെ ജനം തിരക്കിലേക്ക് ഊളിയിടുകയാണ്. അവിടെ അമേരിക്കയുടെ എനോകളെ 64 കിലോഗ്രാം 1.6 കിലോമീറ്റർ ചുറ്റളവിലാണ് അതിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റ് സംഭവിച്ചത്. ഇപ്പൊ സ്ഫോടനത്തെ തുടർന്ന് 1,40,000-ഓളം ആളുകളാണ് കൊല്ലപ്പെട്ടത്. അവിടെ 1,40,000-ഓളം. കൃത്യമായൊരു കണക്ക് ആണോ എന്ന് ചോദിച്ചാൽ നമുക്ക് കിട്ടിയ അറിവുകളുടെ അനുസരിച്ചുള്ള ഒരു കണക്കാണത്. അതിലേറെ പേര് 10,000-ഓളം പേർക്ക് മുറിവ് പറ്റി. ആ മുറിവ് പറ്റിയവരിൽ തന്നെ ജീവിച്ചിരിക്കുന്നവർക്ക് രോഗങ്ങളിലാണ് അവരവസാനിച്ചത്. ഇവിടെ മനുഷ്യർ വെന്തുരുകിയവിടെ, ആ മണ്ണിനോട് അലിഞ്ഞു ചേർന്നു. അവിടെ ആ മഹായുദ്ധത്തില് അമേരിക്കൻ ഭരണാധികാരികളും ശാസ്ത്രജ്ഞന്മാരും സൈനിക മേധാവികളും വിജയഘോഷം ഇനി ഞാൻ സംസാരിക്കുന്നത് ജനം വെന്തുരുകിയത് അമേരിക്ക കണ്ടോ എന്ന് ചോദിച്ചാൽ കണ്ടെന്നോ കണ്ടില്ലെന്നോ നമ്മൾ പറയാം. പക്ഷെ അവരുടെ വിജയം ആഘോഷിക്കലായിരുന്നു അവർക്ക് വിജയം അദ്ദേഹത്തിന്റെ ഒരു അല്പം ജീവചരിത്രമാണ് ഞാൻ ഈ അടുത്ത് നിങ്ങൾക്ക് പങ്കുവെക്കുന്നത്. അദ്ദേഹം ആ അണുബോംബ് നിർമ്മാണത്തിലേക്ക് എങ്ങനെ എത്തിയെന്നും അതിൻ്റെ പരിണിത ഫലം ആ വ്യക്തിയിൽ എന്താണ് സംഭവിച്ചതെന്നും അതും കൂടി ചേർത്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വേരുകൾ ജർമ്മനിയിലാണ്. എന്നാൽ കർമ്മം കൊണ്ടും ജന്മം കൊണ്ടും അദ്ദേഹം അമേരിക്കക്കാരനാണ്. ഇനി അദ്ദേഹം ജനിച്ചത് 1904 ഏപ്രിൽ 22. അദ്ദേഹം ജനിച്ചത് ന്യൂയോർക്കിലാണ്. അദ്ദേഹം ഒരു ജൂതനായിരുന്നെങ്കിലും കുടുംബത്ത് ആ ജൂത സംസ്കാരം ഉണ്ടായിരുന്നില്ല. ഈശ്വര ചിന്തയുടെ അംശങ്ങളൊന്നും ആ കുടുംബത്തുണ്ടായിരുന്നില്ല. അദ്ദേഹം ഏകനായി, ഒറ്റക്കുട്ടിയായി, ഒരു വൻ പണക്കാരൻ്റെ പുത്രനായി വളരുകയായിരുന്നു. അതുകൊണ്ട് തന്നെ വീട്ടിലെ അന്തരീക്ഷം
ശാസ്ത്ര ആഭിമുഖ്യത്തിന് ചേർന്നതായിരുന്നു. അദ്ദേഹത്തിൻ്റെ അച്ഛനൊരു ബിസിനസ്മാൻ, ബിസിനസ്സിലേക്ക് നീങ്ങി പോകുന്നു. മാതാവ് മറ്റു കൂട്ടുകാരോട് കൂടാനോ ഒന്നിനും സമ്മതിച്ചിരുന്നില്ല. ഒരു ഏകാന്തതയുടെ തടവുകാരനായിരുന്നു അദ്ദേഹം. മകന്റെ കഴിവുകളിൽ അമ്മയ്ക്ക് വിശ്വാസമുണ്ടായിരുന്നു. സംഗീതം പഠിപ്പിക്കാനുള്ള ശ്രമം നടത്തിയെങ്കിലും അമ്മ പരാജയപ്പെടുകയാണ് ചെയ്തത്. അവിടെ അമ്മ ഈ ജൂതക്കുട്ടികളുടെ പുരോഗമനാശയങ്ങളും സ്വതന്ത്ര ചിന്തയും ശാസ്ത്രാഭിമുഖ്യവും വളർത്തുന്ന ന്യൂയോർക്കിലെ എത്തിക്കൽ കൾച്ചർ സ്കൂളിലാണ് അവനെ ചേർത്ത് പഠിപ്പിച്ചത്. അവന് വളരെ പെട്ടെന്ന് തന്നെ പല ഭാഷകൾ പഠിച്ചു. ഫ്രഞ്ച്, ലാറ്റിൻ, ജർമ്മൻ, ഡച്ച്. വളരെ വേഗത്തിലായിരുന്നു ആ ഭാഷകൾ അദ്ദേഹം സ്വന്തമാക്കി. ഓപ്പൺഹൈമർ എന്ന ആ ശാസ്ത്രജ്ഞന്റെ വ്യക്തിത്വം രൂപപ്പെടുത്തിയത് ആ സ്കൂളിലെ അധ്യാപകരാണെന്ന് പറയാതിരിക്കാൻ വയ്യ. വായനയുടെ അടിത്തറ കിട്ടിയതും അതേ സ്കൂളിൽ നിന്ന് തന്നെയായിരുന്നു. ഊർജതന്ത്രവും രസതന്ത്രവും അദ്ദേഹം ജീവിതത്തിൽ ആസ്വദിച്ച് പഠിക്കുകയായിരുന്നു. ബുദ്ധിമാനായ ആ കുട്ടി. അദ്ദേഹത്തെ സ്കൂളിൽ ബോബ് എന്നാണ് വിളിച്ചിരുന്നത്. പഠിത്തത്തിൽ അതിസമർത്ഥനായിരുന്നതിനാൽ ഒരു വർഷം കൊണ്ട് തന്നെ അദ്ദേഹത്തിന് 4 ക്ലാസ് കയറ്റം കിട്ടുകയാണ് ചെയ്യുന്നത്. 1921 ആകുമ്പോഴേക്കും സ്കൂൾ പഠനം പൂർത്തിയാക്കി സർവകലാശാല പഠനത്തിലേക്ക് അദ്ദേഹം കയറുകയാണ് ചെയ്യുന്നത്. 1922 ലോക പ്രശസ്തമായ ഹാർഡ്വേർഡ് യൂണിവേഴ്സിറ്റിയിൽ ഉപരിപഠനം തുടങ്ങി അദ്ദേഹം. ഡിഗ്രി പഠനം 1 വർഷം നേരത്തെ തീർത്തു. 25 ഓപ്പൺഹൈമർ ഉപരിപഠനം പൂർത്തിയാക്കി. ഊർജതന്ത്രം തലയ്ക്ക് പിടിച്ച ആ വ്യക്തി PhD ചെയ്യാൻ ശ്രമിക്കുകയും അത് ലഭിക്കുകയും ചെയ്തു. ഭൗതിക ശാസ്ത്രത്തില് ഏറ്റവും മുന്നിൽ നിന്നിരുന്ന കേംബ്രിഡ്ജ് സർവകലാശാലയിൽ അദ്ദേഹം തുടർന്ന് പഠനം നടത്തുകയാണ്. ഭൗതികശാസ്ത്രമായിരുന്നു തൻ്റെ പോക്കറ്റിൽ കൊണ്ടു നടന്നിരുന്നത് എന്ന് അദ്ദേഹം പറയുന്നു. അദ്ദേഹത്തിൻ്റെ തലച്ചോറിലാണ് സൂക്ഷിച്ചിരുന്നത്. അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറയുമായിരുന്നു അങ്ങനെ. ഭാഗ്യത്തില് അദ്ദേഹത്തിനെ പഠിപ്പിക്കാൻ കിട്ടിയ അധ്യാപകരെന്ന് പറയുന്നത് ഏണസ്റ്റ് വുദർഫോർഡും JJ തോമസും. അത്തരം ആളുകളുടെ കീഴിലാണ് അദ്ദേഹത്തിന് ഈ സ്വായത്തമാക്കാനായിട്ട് കഴിഞ്ഞത്, വിദ്യകൾ സ്വായത്തമാക്കാനായിട്ട് കഴിഞ്ഞത്. പക്ഷെ അദ്ദേഹത്തിനൊരു കുഴപ്പമുണ്ടായിരുന്നു. ഈ പരീക്ഷണശാലകളിൽ അധിക സമയം കഴിച്ചുകൂട്ടാൻ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കേംബ്രിഡ്ജ് പഠനകാലം വളരെയേറെ വിഷമം പിടിച്ചതായിരുന്നു അദ്ദേഹത്തിന്. ഈ കാലഘട്ടത്തിൽ പുള്ളി എഴുതാൻ തുടങ്ങിയിരുന്നു, ശാസ്ത്രലേഖനങ്ങളും മറ്റും. ഹൈമർ തന്നെ 2ാമത്തെ ശാസ്ത്ര പ്രബന്ധം ക്വാണ്ടം മെക്കാനിക്സ് എന്ന ആ വിഷയത്തിൽ അദ്ദേഹം പ്രസിദ്ധീകരിച്ചു. ഹൈഡ്രോജനിക് ആറ്റംസിന്റെ സ്ഥിതിയെക്കുറിച്ചുള്ളതായിരുന്നു ക്വാണ്ടം മെക്കാനിക്സ്. ആ ലേഖനം പുറത്തു വന്നപ്പോൾ ഇത് ലോകം ശ്രദ്ധിച്ചു. അദ്ദേഹത്തിൻ്റെ പ്രസന്റ് ചെയ്ത ആ വസ്തുത ലോകം ശ്രദ്ധിച്ചു. ഗോട്ടിങ്ങൻ സർവകലാശാല അദ്ദേഹത്തെ ഇങ്ങോട്ട് ദത്തെടുത്തു, തൻ്റെ സർവകലാശാലയിലേക്ക് മാറ്റിയെടുത്തു എന്നുള്ളൊരു സത്യം. സാർ എന്നെ കേൾക്കാമോ? സ്വല്പ സൗണ്ട് കുറവുണ്ട് സാറേ. ഓക്കെ എനിക്കൊരു സംശയം. ഓക്കെ സാർ, ഇപ്പോഴോ? വീഡിയോ ഞാൻ ഓഫ് ചെയ്തതാണ്. സാറിന്റെ സൗണ്ട് ക്ലിയർ ആയിക്കോട്ടെ. ഓക്കെ. അപ്പോ ഈ റോബർട്ട് ഓപ്പൺഹൈമർ 2ാമത്തെ ശാസ്ത്ര പ്രബന്ധം അവതരിപ്പിച്ചു കഴിഞ്ഞപ്പോ ലോകം ശ്രദ്ധിക്കുകയും ഈ ഗോട്ടിങ്ങൻ എന്ന സർവകലാശാലയില്
തുടർന്ന് അദ്ദേഹം ഗവേഷണം തുടങ്ങി. അവിടെ നിന്ന് PhD ബിരുദം അദ്ദേഹം നേടുകയാണ് അവിടെ നിന്ന്. ഇനി പറയേണ്ട രണ്ട് വ്യക്തികളെ കുറിച്ച്, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അടുത്തു വന്ന രണ്ട് വ്യക്തികളെ കുറിച്ച് പറയുകയാണ്. ഒന്ന്, രണ്ട് വനിതകൾ, വ്യക്തി എന്നതിനേക്കാൾ രണ്ട് വനിതകൾ. ഒന്ന് അദ്ദേഹത്തിന്റെ അമ്മയായിരുന്നു എല്ല ഫ്രീഡ്മാൻ. 1931 അമ്മയുടെ മരണം അദ്ദേഹം പറഞ്ഞു, ലോകത്തിലെ ഒറ്റപ്പെട്ട വ്യക്തി ഞാൻ മാത്രമാണ്, അമ്മ എനിക്കെല്ലാമായിരുന്നു. അമ്മക്ക് ഇയാൾ ഒറ്റക്കുട്ടിയായിരുന്നു 8 വർഷക്കാലം. പിന്നീട് ഒരു അനുജനെ സമ്പാദിച്ചിട്ടാണ് അവർ മൺമറഞ്ഞു പോകുന്നത്. അനുജന് അച്ഛൻ്റെ മരണത്തോടു കൂടി സ്വന്തം അച്ഛനെ പോലെ ഫ്രാങ്കിന് കൊടുക്കാവുന്ന എല്ലാം, അനുജന് കൊടുക്കാവുന്ന എല്ലാ സ്വാതന്ത്ര്യങ്ങളും കൊടുത്തു. അനുജനും ശാസ്ത്ര പഠനത്തിലേക്ക് കയറി വരികയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ വനിത, അദ്ദേഹത്തെ സ്വാധീനിച്ച വനിത, സൈക്യാട്രി പഠിക്കാനായി യൂണിവേഴ്സിറ്റിയിൽ എത്തിയ ജീൻ ടാക് എന്ന വ്യക്തിയായിരുന്നു. ഇവിടെ ഈ ജീൻ ടാക് ലോക്കിനും ഓപ്പൺഹൈമർക്കും കമ്മ്യൂണിസ്റ്റ് ചിന്തകളോട് ചായ്വുണ്ടായിരുന്നു. ഒന്നിലും അംഗമൊന്നും ആയിരുന്നില്ല, പക്ഷെ ചായ്വുണ്ടായിരുന്നു. ആ ചായ്വിൽ അവർ തന്റെ തെറ്റല്ല എന്നൊരു ചിന്തയിൽ അദ്ദേഹം അതിൽ നിന്ന് വിടുതൽ നേടുകയാണ് ചെയ്യുന്നത്. ഇനി അപ്പൊ ഈ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങള് അമേരിക്കയുടെ കണ്ണിൽ അദ്ദേഹം ഒരു കരടായി വളരുന്ന സമയവും കൂടിയായിരുന്നു. ചൈനയുമായുള്ള ബന്ധമുണ്ടോ, കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളുമായി ചിന്തിക്കൊണ്ടിരുന്നു. അണുവിസ്ഫോടനം ഭൗതിക ശാസ്ത്രത്തിലെ നാഴികക്കല്ലായി കണ്ടുപിടുത്തങ്ങളിൽ ഒന്നാണ്. അത് വലിയൊരു കണ്ടുപിടുത്തമാണ്. ആ കണ്ടുപിടുത്തത്തിന്റെ ഫലം ഹൈമർ ലോക ചരിത്രത്തിലെ വീരനായകനാക്കി മാറ്റുകയാണ്. ഇനി എന്താണ് ഈ അണുവിസ്ഫോടനം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? 2 വാചകങ്ങളിൽ അത് പറയാം. രാസമൂലകങ്ങളുടെ അണുകേന്ദ്രങ്ങളിൽ കാണപ്പെടുന്ന ചാർജ് ഇല്ലാത്ത കണങ്ങളാണ് ന്യൂട്രോൺസ്. ഇത്തരം ഒരു ന്യൂട്രോൺ ഒരു യുറേനിയം അണുകേന്ദ്രവുമായി കൂട്ടിയിടിപ്പിച്ചാൽ അത് വിസ്ഫോടനം നടത്തും. ആ വിസ്ഫോടനത്തിൽ വീണ്ടും യുറേനിയം അണുകേന്ദ്രത്തിൽ നിന്നും പുറത്തു വരുന്ന ന്യൂട്രോണുകൾ ഇതൊരു തുടർച്ചയായി അടുത്തടുത്ത സമീപത്തെ യുറേനിയം അണുകേന്ദ്രങ്ങളുമായി വീണ്ടും കൂട്ടിയിടിച്ച് ഒരു വലിയ ശക്തിയായി മാറുന്നു, എനർജി. ഈ സംഭവത്തെയാണ് നമ്മൾ ചെയിൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഈ ചെയിൻ റിയാക്ഷൻ ഇവിടെ വലിയ ഊർജമായി മാറുകയാണ്. ചെയിൻ റിയാക്ഷൻ വലിയ ഊർജമായി മാറുകയാണ്. ഈ തത്വം ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കാമെന്ന് ഓപ്പൺഹൈമർ ഉൾപ്പെടെ അവരുടെ ശാസ്ത്രഗണങ്ങൾ എല്ലാം ഇവിടെ അമേരിക്ക വാശി പിടിച്ചുകൊണ്ടേയിരുന്നു. ശാസ്ത്രജ്ഞന്മാരെ എല്ലാം മുന്നിൽ കൊണ്ടുവന്നുകൊണ്ടേയിരുന്നു. ജർമ്മനി 2ാം ലോകം കൊടുപിരിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ജർമ്മനിക്ക് മുമ്പ് അണ്വായുധം ഉണ്ടാക്കണമെന്ന് അമേരിക്കയുടെ ആവശ്യമായിരുന്നു. ഇവിടെ അങ്ങനെ അണ്വായുധം ഉണ്ടാക്കണമെങ്കിൽ ഈ നിന്ന് പുറത്തെടുക്കേണ്ടത് വിഷമകരമായ ഒരു കാര്യമായിരുന്നു. പക്ഷേ റോബർട്ട് ഓപ്പനും ഹൈമറും അണുവായുധ തരംഗത്തെ പ്രധാന ഗവേഷകരായി മാറിയിരിക്കുന്നു. അമേരിക്കൻ ശാസ്ത്രത്തിൽ അദ്ദേഹം അംഗീകരിക്കപ്പെട്ടു.
അമേരിക്കൻ ശാസ്ത്ര ലോകത്ത് ഹൈമർ അംഗീകരിക്കപ്പെടുകയാണ്. കാരണം അവര് ഈ ലോകത്തിൽ ഇന്ന് വരെ കണ്ടുപിടിക്കാത്ത ഒരു മഹാമാരകമായ ഒരു ശക്തിയെ കണ്ടുപിടിക്കാൻ ഒരുക്കം കൂട്ടിയിരിക്കുന്നു എന്ന് അമേരിക്കൻ ഗവൺമെന്റിന് മനസ്സിലായി. നിങ്ങൾക്കറിയാം, അമേരിക്കയുടെ മാൻഹാട്ടൻ പ്രൊജക്റ്റ്, അതാണ് അണുവായുധ ഉണ്ടാക്കിയെടുക്കാനുള്ള വലിയൊരു പ്രോജക്റ്റായിട്ട് അവിടെ കൊണ്ടുവന്നത്. അതിന് നേതൃത്വം നൽകിയത് ഈ ഹൈമറാണ്. അമേരിക്ക ലക്ഷ്യം പൂർത്തിയാക്കാനായിട്ട് ബ്രിട്ടനും കാനഡ മുതലായ രാജ്യങ്ങൾ അമേരിക്കയെ സഹായിച്ചിട്ടുണ്ട്. മറ്റ് രാജ്യങ്ങളുടെ സഹകരണവും ഈ ദൗത്യത്തിനുണ്ടായിരുന്നു. അവരുടെയൊക്കെ മുൻപിൽ ഈ ലോകമഹായുദ്ധം അവസാനിക്കേണ്ടിയിരിക്കുന്നു, അതിനൊരു നേതൃത്വം ആവശ്യമാണ്, ആ നേതൃത്വം അമേരിക്ക ഏറ്റെടുത്തിരിക്കുന്നു, ആ ചിന്തയും മുന്നിലുണ്ടായിരുന്നു. അണുബോംബ് നിർമ്മാണം നടത്തിയത് ന്യൂ മെക്സിക്കോയിലെ ലോസ് അലാമസ് എന്ന ലാബറട്ടറിയിലാണ്. നിങ്ങളൊന്ന് ശ്രദ്ധിക്കൂ, 1,30,000 പേര് നേരിട്ടും പരോക്ഷമായും അവരുടെ ജീവിതം അവിടെ കൊടുത്താണ്, അവർ പങ്കാളികളായിട്ടാണ് ആ പ്രോജക്റ്റ് വിജയിപ്പിക്കുന്നത്. ആ പ്രോജക്റ്റിന്റെ പേര് പ്രോജക്റ്റ് വൈ രഹസ്യനാമമായിരുന്നു. പ്രോജക്റ്റ് വൈ. ആ പ്രോജക്റ്റ് ഒന്ന് മാറ്റി നിർത്തി വൈ എന്നതിൽ അവർ ചുരുക്കുകയാണ് വീണ്ടും ചെയ്തത്. അത് അമേരിക്കയുടെ രഹസ്യ പദ്ധതിയായിരുന്നു. ആ പദ്ധതിക്ക് മുൻപോട്ട് കൊണ്ടുവന്നത് ഞാൻ പറഞ്ഞു ഈ മാൻഹാട്ടൻ പ്രോജക്റ്റാണ്. അതിന്റെ വിജയം നമ്മുടെ മുൻപിൽ കാണാൻ കഴിയും. അപ്പൊ അമേരിക്കയ്ക്ക് വേണ്ടി ബോംബ് നിർമ്മിക്കാനുള്ള ഉത്തരവാദിത്വം ഇപ്പോൾ ഓപ്പൻഹൈമറുടെ തലയിലേക്ക് വന്നു നിൽക്കുകയാണ്. അതിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം ഓപ്പൻഹൈമർ കൊടുത്തു കഴിഞ്ഞു. അങ്ങനെ ലോസ് അലാമോസിലെ ലോകത്തിലെ ആദ്യത്തെ അണുബോംബ് കേന്ദ്രമാക്കി മാറ്റുകയാണ് ചെയ്തത്. ആ ലബോറട്ടറിയിൽ ലോകത്തിലെ ആദ്യത്തെ അണുവായുധം ഒരുങ്ങിക്കഴിഞ്ഞു. എങ്കിലും അതവിടെ സൂക്ഷിച്ചു വെക്കാനേ കഴിഞ്ഞുള്ളൂ. അത് പുറത്തെടുത്ത് പ്രവർത്തിക്കണ്ടേ? അത് പുറത്തെടുത്ത് പരീക്ഷിച്ച് വിജയിക്കണം. ആത്മവിശ്വാസത്തിന് വേണ്ടി അവർ കാത്തിരിക്കുകയായിരുന്നു. ആ കാത്തിരിപ്പ് അവസാനിച്ചത് ഈ ജൂലൈ 16-ന്, 45 ജൂലൈ 16-ന് പുലർച്ചയ്ക്ക് അത് കൊടുക്കാൻ കഴിയും വിദൂരമായൊരു മരുപ്രദേശത്ത് ആ ബോംബ് പരീക്ഷിച്ചു. രണ്ടാം ലോകമായത് ജപ്പാന്റെ പുറത്തു കൊണ്ടിട്ട ബോംബിന് മുമ്പ് ഉണ്ടാക്കിയെടുത്ത ബോംബുകളിൽ ഒരെണ്ണത്തെ ആ മരുപ്രദേശത്ത് അവർ പരീക്ഷിച്ചു. നോക്കൂ, 40,000 അടി ഉയരം വരെയാണ് ആ പുകകൾ, കറുത്ത പുക ആകാശത്തേക്ക് പൊങ്ങിയത്. അങ്ങേയറ്റം സുരക്ഷിതമായി ഒരുക്കിയ ബങ്കറുകൾക്കുള്ളിലാണ് ബാക്കി ശാസ്ത്രജ്ഞന്മാർ ഇരുന്ന് ഈ കാഴ്ചകൾ അവർ വീക്ഷിച്ചത്. അപകടം ഏത് നിമിഷവും സംഭവിക്കാം. അതുകൊണ്ട് തന്നെ ശക്തമായ ബങ്കറുകളിലാണ് അവർ ആശ്രയം തേടിയത്. ഫാറ്റ്മാൻ എന്ന് പേരിട്ട് 5 കിലോ ഭാരമുള്ള പ്ലൂട്ടോണിയം ബോംബായിരുന്നു അന്ന് അവർ പരീക്ഷിച്ചത്. ലോക ചരിത്രത്തിൽ അതിവിനാശകാരിയായ ഒരു ആയുധത്തിന്റെ തുടക്കമായിരുന്നു, അല്ലെങ്കിൽ ആയുധം പ്രയോഗിച്ചതിൻ്റെ ഉദ്ഘാടനമായിരുന്നു നമ്മളിപ്പോൾ കേട്ട ആ വാർത്ത. അത് വിജയമായിരുന്നു. ഈ സമയത്താണ് അമേരിക്കയുടെ 32ാമത്തെ പ്രസിഡന്റ് ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ് അണുവായുധ പദ്ധതിക്ക് പരിപൂർണ അംഗീകാരവും അനുവാദവും കൊടുത്തു. അദ്ദേഹം ജർമ്മനിയെ ലക്ഷ്യം വെച്ചാണ് അമേരിക്ക വേഗത്തിൽ അണുബോംബ് നിർമ്മിച്ചത്. എന്നാൽ തന്ത്രപരമായി യൂറോപ്പിൽ യുദ്ധം അവസാനിപ്പിച്ചു എന്ന് അമേരിക്ക പ്രഖ്യാപിക്കുകയാണ്. യൂറോപ്പിൽ യുദ്ധം അവസാനിച്ചു എന്ന് പ്രഖ്യാപിച്ചതോടുകൂടി ജർമ്മനി ഈ രൂക്ഷമായ
സംഗതികളിൽ നിന്ന് വിട്ടുനിൽക്കാനായിട്ട് കഴിഞ്ഞു. എങ്കിലും അമേരിക്കയുടെ ഉള്ളിൽ ലക്ഷക്കണക്കിന് ഡോളർ ചെലവഴിച്ച് ഉണ്ടാക്കിയെടുത്ത ഈ ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കാതിരിക്കാൻ അദ്ദേഹത്തിന് കഴിയുമായിരുന്നു. അപ്പോൾ അടുത്ത ഉന്നം ജപ്പാനാണ്. ജപ്പാന്റെ മേൽ അത് പതിക്കുമെന്ന് വ്യക്തമായിരുന്നു. ഇത്തരം കാര്യങ്ങളിൽ ഒരു തീരുമാനമെടുക്കാൻ രൂപം കൊടുത്തൊരു കമ്മിറ്റിയിൽ ഓപ്പൺഹൈമർ ഉണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹം രാഷ്ട്രതന്ത്രജ്ഞനായി മാറുകയാണ്. രാഷ്ട്രത്തിന്റെ കാര്യങ്ങളും ശാസ്ത്രത്തിന്റെ കാര്യങ്ങളും ഒരേ ആളുകളുടെ തലയിലൂടെ മുന്നോട്ട് പോകാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ ഒരു തീരുമാനം അവരെടുക്കുകയാണ്. 1945 6 കാലത്ത് 8:14 തിരക്കുള്ള ഹിരോഷിമയിലേക്ക് നഗരവാസികളോ ലോകവാസികളോ അറിയാതെ അതിൻ്റെ മുകളിലേക്ക് ഈ ബോംബുമായി അമേരിക്കയുടെ ആകാശവാഹിനി, ആ ബോംബ് വാഹിനി വരികയാണ്. ലോകം അറിഞ്ഞില്ലത്. ഹിരോഷിമയ്ക്ക് മുകളിൽ 9400 മീറ്റർ ഉയരത്തിലാണ് എനോള ഗേ എന്ന ആ പ്ലെയിൻ വന്നത്. ആ യുദ്ധവിമാനം ലോകത്തിലെ ആദ്യത്തെ അണുബോംബ് പ്രയോഗിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു അതിൻ്റെ പേര് ലിറ്റിൽ ബോയ്. അന്ന് അതിന് 64 കിലോഗ്രാമാണ് തൂക്കം. ആദ്യത്തെ ബോംബിന് 5 കിലോഗ്രാമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇതിന് 64 കിലോ ഭാരമുണ്ടായിരുന്നു. ഭൂമിയിൽ നിന്ന് 569 മീറ്റർ ഉയരത്തിൽ വെച്ചാണ് ആ ബോംബിനെ പൊട്ടിച്ചത്. കാൽക്കുലേഷൻ ആയിരുന്നു അത്. 1.6 കിലോമീറ്റർ വിസ്തൃതിയിലാണ് അതിന്റെ ചലനങ്ങൾ ഉണ്ടാക്കിയത്. നേരെ ഒരു ചെറിയ വീഡിയോ ഒന്ന് കാണിച്ചേക്കട്ടെ. കൊടുത്തോളൂ സാർ. ഈ വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞു. നോക്കൂ, മുല കുടിക്കുന്ന കുഞ്ഞു വരെ, ആ കുഞ്ഞിനെ വരെ അഗ്നിനാളങ്ങൾ വിഴുങ്ങിയ ഒരു സംഭവമാണ്. അവിടെ അവസാനം ഞാൻ പറഞ്ഞു, മണ്ണ് ഉരുകി, ശരീരങ്ങൾ ഉരുകി, വൻ കെട്ടിടങ്ങൾ ഉരുകി തകർന്ന് തരിപ്പണമാകുന്ന ചിത്രം നാം കാണുകയാണ്. അതിൻ്റെ പ്രത്യാഘാതം നോക്കൂ. 1,40,000 പേര് ഏകദേശം കൊല്ലപ്പെട്ടു. അവിടെ 10,000-ങ്ങൾക്ക് മുറിവേറ്റു, മാരകമായ മുറിവുകൾ. രക്ഷപ്പെട്ടവരിൽ പലർക്കും റേഡിയേഷൻ മൂലം ആരോഗ്യം നഷ്ടപ്പെട്ടു.
നോക്കൂ, ഇന്ന് ജപ്പാനിലെ ജനങ്ങൾ അനുഭവിക്കുന്നത് ആ റേഡിയേഷന്റെ ബാക്കിപത്രമാണ്. അവരുടെ ജീൻസ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞു. അവരിൽ ലുക്കേമിയ എന്ന രോഗത്തിന്റെ പിടിയിലാണ് ഇന്ന് അവിടെയുള്ള പലരും. ആ അണുവിനെ അവിടുന്ന് നിഷ്കാസനം ചെയ്യാൻ മനുഷ്യർക്ക് കഴിഞ്ഞിട്ടില്ല. എത്രയോ മാരകമായ ഒന്നാണ് എന്ന് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം. അന്ന് വൈകുന്നേരം അമേരിക്കയിലെ ഒരു വലിയ ഹാളിൽ ആ വിജയം ആഘോഷിക്കുന്നതിന് ആളുകൾ ഒന്നിച്ചു കൂടുകയാണ്. അതിലേക്ക് ആ രാജ്യത്തിൻ്റെ നേട്ടം അഭിമാനമായി കാണാൻ ജർമ്മനിക്കെതിരെ ഉപയോഗിക്കാൻ വേഗം കൂട്ടിയ ആ ബോംബ് വീണത് ഹിരോഷിമയിലാണ്. ഹിരോഷിമ കത്തിക്കരിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വെറും 3 ദിവസങ്ങൾക്ക് ശേഷം ആഗസ്റ്റ് 9 ഹിരോഷിമയ്ക്ക് ശേഷം നാഗസാക്കിയിലും ആ ബോംബ് ഇട്ടു. നാഗസാക്കിയിലും ആ ബോംബ് ഇട്ടു. സാർ, അതിലെ 1920 ആ ഒരു ചിത്രം. ഓക്കെ സാർ, കാണിച്ചോളൂ. കുഴപ്പമില്ല. വെറും 3 ദിവസം മാത്രമേ നീട്ടിയെന്നുള്ളൂ. 3-ാമത്തെ ദിവസം അവിടെയും ഇട്ടുകൊണ്ട് 2ാം ലോകമഹായുദ്ധം അവസാനിപ്പിക്കുകയാണ്. ഈ അണുബോംബ് വിജയത്തിന്റെ സാർ ഇട്ടോളൂ, ഞാനപ്പോൾ നിർത്തിക്കോളാം. ഈ അണുബോംബ് പതനത്തിന് ശേഷമുള്ള യോഗത്തില് ഹൈമർ പറഞ്ഞ ഒരു കാര്യമുണ്ട്. എൻ്റെ രാജ്യത്തിന് വേണ്ടി ഞാൻ ചെയ്ത ത്യാഗത്തിൽ ഞാൻ അഭിമാനിക്കുന്നു. എൻ്റെ രാജ്യത്തിന് വേണ്ടി ഞാൻ ചെയ്ത ധീരങ്ങളാണ്. പക്ഷെ അദ്ദേഹം പറഞ്ഞത്, എന്നെ ഏൽപ്പിച്ച ദൗത്യം എൻ്റെ മാതൃരാജ്യത്തിന് വേണ്ടി ഞാൻ ചെയ്തു കഴിഞ്ഞു. ഒന്നുകൂടെ പറഞ്ഞു, ഈ അണുബോംബ് കുറച്ചുകൂടെ നേരത്തെ ആയിരുന്നെങ്കിൽ ജർമ്മനിയെ കൂടി നമുക്ക് ആക്രമിക്കാമായിരുന്നു. അമേരിക്കയുടെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ചിന്തയിലൂടെ കടന്നുപോയത് ജർമ്മനിക്ക് വേണ്ടി ആവേശം കൂട്ടിയെങ്കിലും ആ ഒരു പ്രഖ്യാപനം, യൂറോപ്പിൽ യുദ്ധം അവസാനിച്ചു എന്ന പ്രഖ്യാപനം കൊണ്ട് ബോംബ് വീണത് ജപ്പാനിലാണ് എന്ന് മാത്രം ആലോചിക്കുക. അപ്പോൾ ആഗസ്റ്റ് 9 2ാമത്തെ സ്ഥലത്ത് വീണതോടുകൂടി ജപ്പാൻ അടിയറവ് പറയുകയാണ്. ആ അടിയറവിന് ശേഷം റോബർട്ട് ഹോപ്പർ ഹൈമറെ അമേരിക്കൻ ജനത പൂച്ചെണ്ടുകൾ കൊണ്ട്, അഭിനന്ദനത്തിന്റെ പൂച്ചെണ്ടുകൾ കൊണ്ട് മൂടുകയായിരുന്നു. ഈ വിജയത്തെ വിമർശിച്ചവരുണ്ട്. ഈ നേട്ടത്തെ വിമർശിച്ചവർ കുറവായിരുന്നില്ല. എമ്പതി അവരുടെ മുൻപിലുണ്ടായിരുന്നു. സാറിനെ കാണാൻ പറ്റുന്നില്ലല്ലോ സാറേ. ഇപ്പൊ കാണാമോ? കാണാം. വീണ്ടും പോയി. എന്റെ പിക്ചർ കാണാൻ പറ്റുന്നില്ല എന്നാണ് പറഞ്ഞത്. കാണുന്നില്ല സാർ, കാണുന്നില്ല. ഒന്നും കൂടെ ഒന്നാണ് പറ്റി. ഓക്കെ സാർ. സാറിന് ആ ചിത്രം കിട്ടിയോ 1920? ഇല്ലെങ്കിൽ നമുക്ക് ലാസ്റ്റ് ഉണ്ട് കാണാം. അപ്പൊ ഇവിടെ അദ്ദേഹത്തിന് വിമർശകരുണ്ടായിരുന്നു. അപ്പൊ മറുപടി കൊടുത്ത് നാസികളാണ് ഈ ബോംബ് നേരത്തെ കണ്ടുപിടിച്ചിരുന്നെങ്കിൽ ഇന്ന് നിൽക്കുന്ന നാം എവിടെയായിരിക്കും എന്നൊരൊറ്റ ചോദ്യമാണ്.
ഈ ഇട്ടിരിക്കുന്ന ചിത്രം യെസ്, അത് ബോംബ് വീണ ശേഷമുള്ള ഒരു ചിത്രമാണെന്നാണ് എൻ്റെ ഒരു യെസ്. ബോംബ് വീണ ശേഷമുള്ള അല്ല, 1920 ചിത്രങ്ങൾ തന്നെയാണ്. പച്ച പിടിച്ചതാണ്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയി കാണുന്നത് മാത്രമേ ഉള്ളൂ. അതവിടെ നിൽക്കട്ടെ. അതിൻ്റെ സെൻറ്ററിൽ കാണുന്നത് ഒരു വലിയ ഇത് മാത്രമേ ഇന്ന് മിച്ചമായിട്ട് അവിടെ ഉള്ളൂ. ബാക്കിയെല്ലാം തകർന്ന് തരിപ്പണമായി പോയി. അപ്പൊ ഈ നേട്ടത്തെ വിമർശിച്ചവരോട് അദ്ദേഹം ചോദിച്ച ഒരേ ഒരു ചോദ്യം ഇതാണ്: നാസികളാണ് ഇത് ഉപയോഗിച്ചിരുന്നെങ്കിൽ ഞാനും നിങ്ങളും ഇന്ന് ഇവിടെ ഉണ്ടാകുമായിരുന്നു. ആ ചോദ്യത്തില് വിമർശകര് അമർന്നുപോയി. ഒരു വലിയ നാശത്തിന് ജന്മം നൽകുകയാണ് താനെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നുവെങ്കിലും രണ്ടാം ലോക മഹായുദ്ധത്തിന് വിരാമം ഇടുന്നതിന് അമേരിക്കൻ പക്ഷത്തിന്റെ വിജയം ആഗ്രഹിച്ചത് കൊണ്ടാണ് ആ അനിവാര്യതയ്ക്ക് മുൻപിലാണ് അദ്ദേഹം തലകുനിച്ചത്. അത് ഒരു അനിവാര്യതയായി തന്നെ അദ്ദേഹം സൂക്ഷിച്ചിരുന്നു. മറ്റ് ശാസ്ത്രജ്ഞന്മാരും സൂക്ഷിച്ചിരുന്നു. അവരുടെ വിജയമാണ്, ഒരു ശാസ്ത്ര വിജയമാണ്. എന്നാൽ ശാസ്ത്രത്തിന്റെ ഈ മഹാ കണ്ടുപിടുത്തം ഒരു യുദ്ധ വിജയം മാത്രമായിട്ട് നമുക്ക് കാണാം. മുൻപിലുള്ള സൈന്യത്തിന്റെ കൈകളിലേക്ക് വിനാശകരമായ ഈ ആയുധത്തെ ഏൽപ്പിച്ചു കൊടുക്കേണ്ടി വന്ന ഗതികേടിനെ ഓർത്ത് അദ്ദേഹം സഹതപിച്ചിരുന്നു, അദ്ദേഹം സങ്കടപ്പെട്ടിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഇത് ഉപയോഗിക്കാൻ സൈന്യത്തിന് പറഞ്ഞു കൊടുത്തത് വരെ അദ്ദേഹമാണ്. പക്ഷെ പിന്നീടുള്ള സംഭവങ്ങളാണ് അദ്ദേഹത്തെ എന്ന വിശ്വാസം, തന്റെ പരിശ്രമം അത് തൻ്റെ ജീവിതത്തിൻ്റെ അടുത്തൊരു പാർട്ടിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. തങ്ങൾ തുറന്നുവിട്ട അതിവിനാശകാര്യമായ ഈ ദുർഭൂതത്തെക്കുറിച്ചുള്ള ചിന്തകൾ ഹൈമറേയും കൂട്ടുകാരെയും എപ്പോഴും സങ്കടത്തിൽ ആഴ്ത്തിക്കൊണ്ടേയിരുന്നു. രാജ്യങ്ങൾ പരസ്പരം സമാധാനത്തിന് വേണ്ടി മാത്രമേ ആണവ സംഭവങ്ങൾ ഉപയോഗിക്കാവൂ എന്ന് അദ്ദേഹം പറയുകയും അത് പ്രവർത്തനത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്തപ്പോൾ ആ കുറ്റബോധം, തൻ്റെ കൈകളിൽ രക്തം പുരണ്ടിരിക്കുന്നു എന്ന് അദ്ദേഹം ഉറക്കെ പറയുകയാണ്. അത് അമേരിക്ക മറ്റൊരു രീതിയിലാണ് എടുത്തത്. തൻ്റെ കൈകളിൽ രക്തം പുരണ്ടിരിക്കുന്നു എന്ന് അദ്ദേഹം ഉറക്കെ പറയുകയും അണുവായുധങ്ങൾ സമാധാനത്തിന് വേണ്ടി മാത്രമേ ഉപയോഗിക്കാവൂ എന്ന് ഉറപ്പിച്ച് പറയുകയും പൊതുവേദികളിൽ അദ്ദേഹം സംസാരിക്കുകയും ചെയ്തപ്പോൾ അമേരിക്കൻ ഭരണാധികാരികൾ സംശയദൃഷ്ടിയോടെയാണ് അദ്ദേഹത്തെ കണ്ടത്. അദ്ദേഹത്തെ ഒരു ചാരനായി പോലും പിന്നീട് അവർ പറഞ്ഞു. 1949 റഷ്യ വിജയകരമായി അണുവായുധം പ്രയോഗിച്ചു. പരീക്ഷണത്തിൽ അവർ വിജയിച്ചു. അത് അമേരിക്കക്ക് ഇദ്ദേഹത്തെ ഒരു ചാരനായി കാണാൻ അവസരം കൊടുക്കുകയാണ്. ഇദ്ദേഹത്തിലൂടെയാണ് റഷ്യക്ക്, ചൈനയല്ല റഷ്യക്ക് ഈ വിജയം നേടാൻ കഴിഞ്ഞതെന്ന് അവർ വിശ്വസിച്ചു. അവിടെ നമ്മൾ ആലോചിച്ച് നോക്കൂ. അദ്ദേഹം ക്യാൻസർ രോഗം ബാധിച്ച് 62-ാമത്തെ വയസ്സിൽ വളരെ നിസ്സഹായതയോടെ, സങ്കടത്തോടെ ഒരു ഫെബ്രുവരി 18 ഈ ലോകത്തുനിന്ന് പിരിയുമ്പോൾ ഒരു മഹായുദ്ധത്തിന് അന്ത്യം കുറിച്ച വീരനായി പുകഴ്ത്തിയ അദ്ദേഹം വില്ലനായി പഴിക്കപ്പെടുകയാണ് റഷ്യയുടെ ആ പരീക്ഷണത്തിന്റെ വിജയത്തിൽ. അതുമാത്രമല്ല, ആ രാജ്യത്തിലെ ചാരനായി അദ്ദേഹത്തെ വിധിക്കപ്പെടുകയും
അങ്ങനെ രണ്ടും ഒന്നിച്ചനുഭവിച്ച ഒരു ശാസ്ത്ര രാഷ്ട്ര പ്രതിഭയാണ് ഓപ്പൻഹൈമർ എന്ന് പറയാതിരിക്കാൻ വയ്യ. അധികം നേരം നീട്ടുന്നില്ല. നിങ്ങൾ ഈ ചരിത്ര പുസ്തകത്തിൽ നിന്ന് അവിടെയുള്ള ഒരു വലിയ കെട്ടിടത്തിലേക്ക്, ഒരു മ്യൂസിയത്തിലേക്ക് ക്ഷണിക്കുകയാണ് നിങ്ങൾ. അവിടെയുള്ള കാഴ്ചകൾ ഓരോന്നോരോന്നായി അവിടെ സുറ്റമായി ആ മ്യൂസിയം സന്ദർശിച്ച് ഞാൻ എൻ്റെ ചെറിയ മൊബൈലിൽ എടുത്തതാണ് ഇനി നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ അവിടെ കാണുന്നത് സമാധാനത്തിൻ്റെ ചിഹ്നമായി നിൽക്കുകയാണ്. അതിൻ്റെ അടിയിലാണ് ഞാൻ ഇന്നലെ പറഞ്ഞു നിരന്തരമായി കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വിളക്ക്. ഈ വിസ്ഫോടനമോ അങ്ങനെയുള്ള മറ്റൊരു ചിന്തയും ഇല്ലാത്തൊരവസ്ഥ വരുന്നത് വരെ അത് കത്തുമെന്നാണ് പറഞ്ഞത്. 1964 അത് സ്ഥാപിച്ചത്. അപ്പൊ അതൊരു കുടീരമാണ്, ആത്മകുടീരമാണ്. ആറ്റം ബോംബിൽ വീണ് മരിച്ച വ്യക്തികൾക്കുള്ള കുടീരമായി അതിന്ന് അവിടെ നിൽക്കുന്നു. 2020 ചിത്രം കിട്ടുകയാണെങ്കിൽ ഇട്ടോളൂ, ഇല്ലെങ്കിൽ അടുത്തിലേക്ക് 45 ശേഷമുള്ള ആ ഒരു ചിത്രവും കൂടിയുണ്ട്. അത് നമ്മുടെ ആകാശത്തേക്ക് ഉയർന്ന പുകച്ചിത്രങ്ങളാണ്. അതൊക്കെ ആ മ്യൂസിയത്തിലുള്ളതാണ്, കണ്ടോളൂ. സാർ ലേശം കൂടെ വലിപ്പത്തിലിടാവോ? ഡോക്ടറുടെ പരിശോധനയാണ്. ഒരു മണിയാണോ സാറേ? മണിയല്ല സാർ, ഒരു പട്ടാളക്കാരന്റെ മാറിക്കിട്ടിയ ആ ഒരു വസ്ത്രത്തെ എടുത്ത് അങ്ങനെ തന്നെ വെച്ചിരിക്കുന്ന ഓവർകോട്ട്. ആ ചിത്രം ഒന്ന് വലുതാക്കി ആ ഒരു പട്ടാളക്കാരൻ്റെ അതിനുശേഷമുള്ള മരണത്തിന് മുമ്പുള്ള ഒരവസ്ഥയാണ്. റേഡിയേഷന്റെ ഒരു ഭാഗമായിട്ടാണ് അത് അവരവിടെ കാണിച്ചിരിക്കുന്നത്. സർ, അടുത്ത ചിത്രം. കണ്ണുകൾ തുറന്നു വെച്ചുകൊണ്ട് തന്നെ, തുറക്കപ്പെട്ടുകൊണ്ട് തന്നെ മരണപ്പെട്ട ഒരു ശവത്തിന്റെ രൂപമാണ് ഇത്. ശരിക്കു പറഞ്ഞാല് കെലോട്സ് എന്നറിയപ്പെടുന്ന ഒരു രോഗം ബാധിച്ച ജീവനുള്ള മനുഷ്യനാണ്. അതിന്റെ പുറത്തെ പേശികൾ മുഴുവൻ പുറത്തേക്ക് തള്ളി നിൽക്കുകയാണ്. ചില ഓപ്പറേഷനൊക്കെ കഴിഞ്ഞാൽ ആളുകളുടെ രണ്ട് കൈകളിലും പുറവും നിറയെ ഈ കെലോട്സ് എന്ന് പറയുന്ന രോഗത്തിനടിമയായി നിൽക്കുന്ന ചിത്രമാണ്. അതിനകത്ത് ഉണ്ടായിരുന്ന തലയോട്ടികൾ, അത് ചിത്രമാണ്. ഇന്നവിടെ ആ തലയോട്ടികൾ പെറുക്കി വെച്ചിട്ടില്ല. അവിടുന്ന് ഉണ്ടായിരുന്ന ചിത്രത്തെ അടിയിൽ കുറിപ്പുകളുമായി വെച്ചിരിക്കുക. തലകൾ എന്നാണ് പേരിട്ടത്. നമ്മളെ നോക്കി പുഞ്ചിരിക്കുന്നു എന്ന് ഒരു ചിന്ത വന്നതുകൊണ്ടാണ് അങ്ങനെ ഇട്ടത്. ഇപ്പോഴത് പൂർത്തിയായി. അവരട്ടഹസിക്കുന്നു. ആദ്യത്തേത് പുഞ്ചിരിക്കുകയാണ്. ഇവിടുത്തെ ഈ മനുഷ്യൻ വേദനയിലും പുഞ്ചിരിക്കുകയാണ്. എ സ്മൈൽ വിത്ത് പെയിൻ. ആ ഒരു ചിത്രം ശക്തമായി അവിടെ ഉണ്ട്. കൈപ്പത്തികളൊറ്റ പോയി. എനിക്ക് തോന്നുന്നു അത്രയും ചിത്രങ്ങളെ ഉള്ളെന്ന് തോന്നുന്നു. അപ്പോ
ചിത്രങ്ങളിലൂടെ ദേവീകരണത്തിന്റെ ബാക്കിപത്രങ്ങളായിരുന്നു ആ മ്യൂസിയത്തിൽ നാം കണ്ടത്. ഇത്രയും കാഴ്ചകളാണ് എനിക്ക് നിങ്ങളോട് പങ്കുവെക്കാനുള്ളത്. ഈ അവസരത്തിൽ ഈ നേർക്കാഴ്ചകൾ പങ്കുവെക്കാൻ എന്നെ സഹായിച്ചത് സാബു സാറാണ്. എനിക്ക് കിട്ടിയ അറിവുകൾ ആണ് നിങ്ങളുടെ മുൻപിൽ ഞാൻ നിരത്തിയത്. ഞാനിതിവിടെ നിർത്തുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. സാബു സാറേ. സാറേ ഇതിന്റെ സാർ അഡ്മിറ്റ് ചെയ്തു കേട്ടോ, പിക്ചർ കാണുന്നു. എന്താ സാർ? വീഡിയോ കാണുന്നില്ല, വീഡിയോ ഒന്നും കാണിച്ചില്ല. താങ്ക് യു സാർ. തീർച്ചയായിട്ടും ജപ്പാനിന്റെ ഏറ്റവും ചരിത്രം ഉൾക്കൊള്ളുന്ന നഗരമായ ഹിരോഷിമയെ കുറിച്ചും കഴിഞ്ഞ ദിവസവും ഈ ദിവസവുമായിട്ട് സാറ് വളരെ കൃത്യമായ ഒരു നിരീക്ഷണ ഒരു പഠനമാണ്, സത്യത്തിൽ ഒരു യാത്രയാണ് നമ്മളിൽ എത്തിച്ചത്. ഒത്തിരി കാര്യങ്ങൾ നമുക്ക് മനസ്സിലായി ജപ്പാനെ കുറിച്ചും ജപ്പാന്റെ ആ ചരിത്രത്തെ കുറിച്ചും ഒക്കെ. പ്രത്യേകിച്ച് ഹിരോഷിമയും നാഗസാക്കിയും എല്ലാം നമ്മുടെ കുട്ടിക്കാലം മുതൽ നമ്മൾ നെഞ്ചോട് ചേർത്ത് വെച്ചിരിക്കുന്ന മഹാ അത്ഭുതങ്ങൾ പോലെ ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളതൊക്കെ വളരെ സത്യമുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ ഹൃദയം ആർദ്രമായി പോകുന്നതായിട്ട് നമുക്കറിയാം. ഒരിക്കലും ഒരു ശക്തിക്കും. എന്നാൽ ഇന്ന് നമ്മൾ ശ്രദ്ധിച്ചറിയാം ഏകദേശം 3000-ലധികം ശക്തിയുള്ള ആണവായുധങ്ങളുള്ള കാലഘട്ടമാണിത്. ഇപ്പൊ നമ്മൾ കണ്ട ലിറ്റിൽ ബോയിയേക്കാളും 3000-ലധികം മടങ്ങ് ശേഷിയുള്ള ആണവായുധങ്ങൾ ഉള്ള ആ ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. എത്രയോ ഭീകരമാണ് അല്ലെ? ഒരു രാജ്യം മുഴുവൻ തകർത്ത് കളയാൻ പറ്റുന്ന രീതിയിലുള്ള ശക്തിയുള്ള ആണവശക്തി ഇന്ന് പല രാജ്യങ്ങളിലും ഉണ്ട് എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. അപ്പൊ ഇത്തരം വലിയ ഭവിഷ്യത്തുകളൊക്കെ നിലനിൽക്കുമ്പോഴും നമ്മൾ ഇപ്പോൾ നിലനിൽക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ ഇപ്പോഴും ജീവിക്കുന്നു എന്നുള്ളതാണ് ഈ അനുഭവങ്ങളെല്ലാം ഓർക്കുന്നത്. പക്ഷെ എപ്പോഴും ഇതെല്ലാം മാനുഷികമായ പരിഗണനകളാണ്. ഈ ബോംബ് കണ്ടുപിടിച്ച ആ വ്യക്തി എൻ്റെ രക്തത്തിൽ കറ പരണ്ടു എന്ന് പറയുമ്പോൾ എത്രമാത്രം ഒരു മാനസിക നല്ലതിനു വേണ്ടിയാണ് കണ്ടെത്തുന്നത്, നല്ലതിനു വേണ്ടിയാണ് പല കാര്യങ്ങളും ചെയ്യുന്നത്. പക്ഷെ നമുക്കത് ഗുണകരവും മറ്റുള്ളവർക്കത് വിനാശകരവുമായി മാറുന്ന ഒരു കാലഘട്ടത്തിന്റെ പ്രത്യേകതകളാണ് നമുക്ക് ചുറ്റുമുള്ളത്. അതുകൊണ്ട് ഒത്തിരി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. മനുഷ്യനെ സ്വയം മനസ്സിലാക്കി നമ്മൾ ചെയ്യുന്നതെല്ലാം നമ്മൾ ചെയ്യേണ്ടതാണോ എന്നൊക്കെ തിരിച്ചറിഞ്ഞ് ജീവിക്കേണ്ട ഒരു വലിയ കാലഘട്ടത്തിലാണ്. കലിയുഗം എന്നൊക്കെ നമ്മൾ പറയും പോലെ എപ്പോഴും അപകടം നിറഞ്ഞിരിക്കുന്ന സാധ്യതകളുള്ള ഒരു കാലം. നമ്മൾ പത്രവാർത്തകളൊക്കെ കാണുമ്പോൾ മനുഷ്യനും അല്ലെങ്കിൽ അച്ഛനെയും അമ്മയെയും സഹോദരങ്ങളെയൊക്കെ അല്ലെങ്കിൽ ഭാര്യയെയും മക്കളെയും ഒക്കെ ഈ ലോകത്ത് നിന്ന് മാറ്റിക്കൊണ്ടുപോകുന്ന തരത്തിലുള്ള സ്വഭാവവിശേഷങ്ങൾ നിലനിൽക്കുമ്പോൾ അനേകം ആളുകളെ ഒരേ സമയത്ത് തകർത്ത് കളയാൻ പറ്റുന്ന രീതിയിലുള്ള, ശരിക്കും പറഞ്ഞ ഇതെല്ലാം ഒരു സാമ്രാജ്യത്വം എന്നൊക്കെ പറയാം, അല്ലെങ്കിൽ ഒരു രാജ്യം അവരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എന്നൊക്കെ പറയാം. എനിവേ, ലയനൽ സാറിന് എല്ലാ നന്ദിയും അറിയിക്കുകയാണ്. 2 ദിവസം ജപ്പാനിലൂടെയും ജപ്പാന്റെ ചരിത്രങ്ങളിലൂടെയൊക്കെ യാത്ര ചെയ്യാൻ സാധിച്ചു. ഇന്നലെ വേണ്ട വിധം സമയം കിട്ടിയില്ല. നിങ്ങൾക്ക് അതിനെക്കുറിച്ചൊക്കെ ചർച്ചകൾ നടത്താം, അഭിപ്രായങ്ങൾ പറയാം. ഷാജിമാത്ത് സാർ പറയൂ. നെറ്റ്വർക്കിൽ ഒരു ചെറിയ തടസ്സം ഉണ്ടായിരുന്നു, എല്ലാം നല്ല ക്ലിയർ ആയിട്ട് കേട്ടില്ല, എങ്കിലും കാര്യങ്ങളൊക്കെ മനസ്സിലായി. ഷാജിമാത്ത് സാർ, ജോർജ് സാർ, അബ്ദുൾ റഹീം സാർ, ശുദ്ധോനൻ ഡോക്ടർ, മേരി സ്റ്റെല്ല, പറഞ്ഞു. സാറേ, ഉലൂനാൻ സാറിന്റെ പ്രസന്റേഷൻ ജപ്പാന്റെ യാത്രയെ കുറിച്ചുള്ളത് വളരെ പിക്ചറസ്ക് ആയിരുന്നു, വളരെ ക്ലിയർ ആയിരുന്നു. നമ്മൾ അവിടെ പോയി കാര്യങ്ങൾ കണ്ടതുപോലെയുള്ള ഫീലിംഗ് ഒന്ന് ആധികാരികമായിട്ട് മൈന്യൂട്ട് ഡീറ്റെയിൽസിൽ ഉലൂനാൻ സാറ് ഇന്ന് ഇച്ചിരി സൗണ്ട് കുറവായതുകൊണ്ട് എനിക്ക് പൂർണ്ണമായിട്ടങ്ങ് ഒരു 60% കിട്ടിയുള്ളൂ. ഇന്നലെ വ്യക്തമായിട്ട് കാര്യങ്ങൾ മനസ്സിലായി. എന്തായാലും ഇതിന് ഉലൂനാൻ സാറിന് എന്ത് ചെലവായെന്നൊന്ന് ഉലൂനാൻ സാർ പറഞ്ഞ ഒരു ഐഡിയ കിട്ടിയേനെ, പോകാനല്ല. അപ്പോൾ എന്തായാലും വളരെ നല്ല പ്രസന്റേഷൻ, നമ്മൾ യാത്ര ചെയ്ത പോലെ ഫീലിംഗ് ഉണ്ടായി. ഓക്കെ, താങ്ക് യു സാർ, താങ്ക് യു ഉലൂനാൻ സാർ, താങ്ക് യു സാബു സാർ ഫോർ ദ ഓപ്പർച്യൂണിറ്റി. സാർ ഒന്ന് പറയൂ. യാത്രയ്ക്ക് 3.25 lakhs ആണ് ഒരാൾക്ക് ചെലവ്.
രണ്ടുപേരും കൂടി ഉണ്ടായിരുന്നു. വൈഫ് ഞാനും കൂടിയാണ് പോയത്. അത് തന്നെ വലിയൊരു അനുഭവമായിരുന്നു. ഷാജി സർ. ശുദ്ധവാൻ ഡോക്ടർ പറഞ്ഞോളൂ. ഡോക്ടർ ഇന്നലെ ഇല്ലായിരുന്നു തോന്നുന്നു അല്ലേ? ഞാൻ ഇന്നലെ ഉണ്ടായിരുന്നില്ല, ഞാൻ മറ്റൊരു പ്രോഗ്രാമിലായിരുന്നു. അപ്പോൾ അത് കാരണം ഇന്ന് അത്തെ ഒരു പരിപാടിയുടെ ഓർഗനൈസർ ആയിരുന്നു ഞാൻ. അപ്പോൾ അതിൻ്റെ തിരക്കിൽ ഇന്നലെ ഈ സമയത്ത് ഞാൻ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എനിക്കത് വലിയ ഹെൽപ്ഫുള്ളായി. ഞാനത് എടുത്തിട്ട് ആ എപ്പിസോഡ് എടുത്ത് കാണാൻ ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു. അത് സാർ അതിൻ്റെ ഒരു റഷസ് കാണിച്ചത് കൊണ്ട് എനിക്കത് വളരെ സഹായമായി. പക്ഷെ നമ്മളെല്ലാവരും സാധാരണ ഞാനും ധാരാളം യാത്രയൊക്കെ പോകാറുള്ള ആളാണ്. അപ്പോൾ ഈ ഉലയനൻ സാറിൻ്റെ ഇതിൽ വലിയൊരു സവിശേഷത എന്ന് പറഞ്ഞാൽ അദ്ദേഹം വലിയൊരു റിസർച്ചും കൂടെ നടത്തി. ഇതിൽ റിസർച്ച് നടത്തിയിട്ട് ഈ കാഴ്ചകൾ കണ്ട് ആഹ്ലാദിക്കുന്നതിന് പകരമായിട്ട് നമ്മൾക്ക് വലിയൊരു പാഠം നമ്മളെയൊക്കെ ഓർമ്മിപ്പിക്കുന്ന വിധത്തിൽ അദ്ദേഹം അത് പറഞ്ഞു തരികയും ഈ 1,40,000 ആളുകൾ ഉരുകി മരിച്ചു എന്ന്. ഇപ്പം ഞാനിപ്പോൾ ഈ എൻ്റെ ലാപ്ടോപ്പ് എടുത്തുകൊണ്ട് എൻ്റെ വീട്ടുമുറ്റത്ത് നടക്കുകയാണ്. പാലക്കാട്ടെ ഹീറ്റ് വേവ് താങ്ങാൻ കഴിയാത്തത് കാരണം ഉള്ളിലിരിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ആ 1,40,000 പേര് ഉരുകി മരിച്ച ആ ഒരു അവസ്ഥയെപ്പറ്റിയൊക്കെ ആലോചിക്കുമ്പോൾ വല്ലാത്ത ഒരു ആത്മനിന്ദയും ഒക്കെ തോന്നുകയാണ്. അപ്പോൾ ഈ അവസ്ഥയിൽ ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ ഈ ജപ്പാൻ ആസ്ഥാനമായിട്ട് ഐക്യരാഷ്ട്രസഭയുടെ ഒരു പരിസ്ഥിതി സംഘടനയുണ്ട്. അതിൻ്റെ പേര് ഓയിസ്ക ഇൻ്റർനാഷണലാണ്. ഓർഗനൈസേഷൻ ഫോർ ഇൻഡസ്ട്രിയൽ, സ്പിരിച്വൽ ആൻഡ് കൾച്ചറൽ അഡ്വാൻസ്മെൻ്റ് എന്നാണ് അതിൻ്റെ പേര്. അത് ടോക്കിയോ ആസ്ഥാനമായിട്ടുള്ള ഒന്നാണ്. അപ്പോൾ ഈ ജപ്പാനിലെ പരിസ്ഥിതി, അതേപോലെ അവരുടെ ഭക്ഷണം, അവരുടെ ആരോഗ്യം ഒക്കെ വീണ്ടെടുക്കുന്നതിന് വേണ്ടിയിട്ട് വലിയ കാര്യങ്ങൾ ചെയ്തൊരു സംഘടനയാണത്. അതിപ്പോൾ 37 രാജ്യങ്ങളിലായിട്ട് ഈ എൻവയോൺമെൻറ്റ് റെസ്റ്റോറേഷൻ്റെ കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിൽ ഞാൻ നേരത്തെ അതിൻ്റെ സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്നു. പാലക്കാട് സെക്രട്ടറി ആയിരുന്നു, പ്രസിഡൻ്റ് ആയിരുന്നു. പിന്നെ കേരള സ്റ്റേറ്റിൻ്റെ സെക്രട്ടറിയാണ്. ഇപ്പോൾ സൗത്ത് ഇന്ത്യയുടെ യൂത്ത് ഫോറത്തിൻ്റെ ഡയറക്ടറാണ്. അപ്പോൾ ഞങ്ങൾ ഈ നവംബർ മാസം 9, 10 2 ദിവസങ്ങളിലായിട്ട് ഈ ജപ്പാനിൽ നിന്നുള്ള ഡെലിഗേറ്റ്സ് എല്ലാം വരുന്ന ഒരു പരിപാടി കോഴിക്കോട് സംഘടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഉലയനാൻ സാറിൻ്റെ യാത്രാവിവരണത്തിൽ കേട്ട കാര്യങ്ങളൊക്കെ അത് ഒന്നുകൂടെ നന്നായി അത് അവതരിപ്പിക്കാനും ഒക്കെ ആയിട്ട് ഇത് സഹായിക്കുന്നു. പക്ഷെ നമ്മൾ സാർ ഇന്നലെ പറഞ്ഞ എന്തൊക്കെയാണ് ഞാൻ കേട്ടില്ലെങ്കിൽ പോലും ഞാൻ ഈ സംഘടനയായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ജപ്പാൻ ആൾക്കാരുമായിട്ടൊക്കെ ബന്ധപ്പെടുന്നുണ്ടെങ്കിലും അവരുടെ ജീവിതത്തിന് നൽകിയ ഒരു അടുക്കും ചിട്ടയും, അവർ ഈ നമ്മളുടെ ജീവിതത്തിൻ്റെ ഒരു മാലിന്യവിമുക്തമായിട്ടുള്ള അവിടുത്തെ ഓർഗാനിക് ഫാമിങ്, അവിടുത്തെ സ്കൂൾ വിദ്യാഭ്യാസം, അവിടുത്തെ ഒരുപാട് കാര്യങ്ങൾ അപ്പോൾ നമ്മൾ കണ്ട് മനസ്സിലാക്കേണ്ടതാണ്. കേരളത്തിനെ പോലെ ഒരു പാവയ്ക്ക പോലെ കിടക്കുന്ന, കൈപ്പയ്ക്ക പോലെ കിടക്കുന്ന ഒരു രാജ്യത്തിന് അനുകരിക്കാവുന്ന ധാരാളം മാതൃകകൾ ഒന്ന്. പിന്നെ ശാസ്ത്രത്തിനെ ദുരുപയോഗം ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള വലിയൊരു വാണിംഗ്. അപ്പോൾ ജപ്പാനെ സംബന്ധിച്ചിടത്തോളം അവർ ഇനി ഒരു രാജ്യത്തിനെ അവർ ആക്രമിക്കില്ല. ഒരു രാജ്യത്തിനെയും അവർ യുദ്ധത്തിൽ വലിയൊരു പാഠം പഠിച്ചത് കൊണ്ടല്ലത്. അവർ വലിയ ഈ എന്താ പറയുക, മനുഷ്യത്വം വല്ലാതെ സ്വാധീനിച്ച ഒരു ജനസമൂഹമായിട്ട് അച്ചടക്കം, സ്നേഹം, അതേപോലെ വിനയം, പരസ്പരം പെരുമാറേണ്ട രീതി, ഇതൊക്കെ പഠിച്ച ഒരു രാജ്യമാണ്. പക്ഷെ അവരതിന് കൊടുത്ത വില വലിയ വിലയാണ്. ഈ അഹങ്കാരികൾ അല്ലെങ്കിൽ ധിക്കാരികൾ അല്ലെന്നുണ്ടെങ്കിൽ ഈ നമ്മുടെ പ്രപഞ്ചം മുഴുവൻ കീഴടക്കാൻ വേണ്ടിയിട്ട് അല്പനായ മനുഷ്യൻ ഈ ആയുധവുമായിട്ട് നിൽക്കുമ്പോൾ സാബു സാറ് പറഞ്ഞ പോലെ 3000 മടങ്ങ് ശക്തിയുള്ള ആണവായുധങ്ങളുമായിട്ട് ഒരുപാട് രാജ്യങ്ങൾ ഞങ്ങൾ ആണവശക്തിയായി എന്ന് അഭിമാനപൂർവ്വമൊക്കെ പറയുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഈ പുതിയ കുട്ടികളെയൊക്കെ പഠിപ്പിക്കേണ്ട അത്യാവശ്യമാണ്. സയൻസും ടെക്നോളജിയും. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം അവിടെ ഇപ്പോൾ ഈ ഒരുപാട് ഇന്ത്യയിൽ നിന്ന് ഞങ്ങളിപ്പോൾ ധാരാളം പേരെ അവിടേക്ക് അയക്കുന്നുണ്ട്, എൻജിനീയേഴ്സിനെയൊക്കെ. പക്ഷെ അവിടെ സാറ് ഉലയനാൻ സാറ് ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അവിടെ ഈ കുഞ്ഞുങ്ങളുണ്ടാവുന്നില്ല. അവർ ഈ കുഞ്ഞുങ്ങളുടെ ജനനം കർശനമായിട്ട് ഈ ദമ്പതികൾ വേണ്ടാന്ന് വെച്ചിരിക്കുകയാണ്. കാരണം ഉണ്ടാകുന്ന കുഞ്ഞുങ്ങളൊക്കെ ജനറ്റിക്കലി വളരെ മോശം അവസ്ഥയിലുള്ളവരും ക്യാൻസർ പോലെയുള്ള വലിയ ഈ ജീൻ മ്യൂട്ടേഷൻ സംഭവിച്ച ജനറേഷൻ ആയതുകൊണ്ട് ഇപ്പോൾ ഈ ധാരാളം പേരെ ഇവിടുന്ന് പഠിക്കാനും അവിടെ കൃഷി ചെയ്യാനും എൻജിനീയറിംഗ് സ്റ്റുഡൻസിനെയൊക്കെ ഈ വർഷം ഞങ്ങൾ 75 പേരെയാണ് അവിടേക്ക് അയക്കുന്നത്. ഈ നമ്മുടെ ഈ മെക്കാനിക്കൽ എൻജിനീയേഴ്സിനെ ഒന്നും അവിടെ ആവശ്യമില്ല, സിവിലുകാരെയും ആവശ്യമില്ല. അല്ലാതുള്ള ആൾക്കാരെയൊക്കെ
അപ്പോൾ ലോകത്തിന് മുഴുവൻ പോയി കണ്ട് പഠിക്കേണ്ട ഒരു രാജ്യമായിട്ട് അത് മാറിയിരിക്കുകയാണ്. അപ്പോൾ സാറ് പറഞ്ഞ പോലെ ഈ 3.5 ലക്ഷം രൂപയൊക്കെ ചിലവാക്കിയെങ്കിലും നമ്മുടെ ഈ ഗ്രൂപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ നമ്മൾ അങ്ങോട്ടൊരു ടൂർ വെക്കുകയാണെങ്കിൽ അതിനുള്ള വിസ പ്രോസസ്സിങ് ബാക്കി കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ OISCA ചെയ്തു തരാമെന്ന് ഞാനൊരു വാഗ്ദാനം നടത്തുകയാണ്. നമ്മൾ അവിടെയൊക്കെ പോയി കാണുകയും ഒന്നായിട്ട് ഈ ഉലയനൻ സാർ നമ്മുടെ മനസ്സിലൊക്കെ ഇട്ട് തന്ന ഈ ആറ്റം ബോംബുണ്ടല്ലോ, അതൊരു വല്ലാത്ത ഒരു ഫീലാണ്. ഇന്നത്തെ രാത്രിയിൽ മുഴുവൻ നമ്മൾ ഉറക്കമില്ലാതിരിക്കുന്ന രീതിയിൽ അദ്ദേഹം മനോഹരമായ കാഴ്ചകളൊക്കെ ഇന്നലെ കാണിച്ചു. അവിടുത്തെ ഗ്രോത്ത്, അവിടുത്തെ ഡെവലപ്മെൻറ്റ്, അവിടുത്തെ ആളുകളൊക്കെ. പക്ഷേ എനിക്ക് ഭംഗിയൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള ആയതുകൊണ്ട് ഞാൻ വിചാരിച്ച ധാരാളം ജാപ്പനീസ് സുന്ദരിമാർ കിമോണ വസ്ത്രമൊക്കെ അണിഞ്ഞിട്ട് അവിടെ ഡാൻസ് ചെയ്യുന്നതും അവിടുത്തെ ഭക്ഷണം ആസ്വദിക്കുന്നതൊക്കെ സാർ ഇന്നലെ പറഞ്ഞിട്ടുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. പക്ഷെ എനിക്ക് ഞാൻ ഈ സംഘടനയുടെ ഒരു ഭാരവാഹി എന്നുള്ള രീതിയിൽ എന്നെ ഒരുപാട് സ്വാധീനിച്ചു അത്. പിന്നെ ഇന്ന് ഭയങ്കര സങ്കടം തോന്നിയത് അത് ബ്രോക്കൺ ആയിരുന്നു. സാറിന് ഒരു വൈഫൈ കണക്ഷൻ, എന്തായാലും ഒരു വൈഫൈ എടുക്കണം. ഹൈ സ്പീഡ് നെറ്റ് ആയിരുന്നുവെങ്കിൽ വളരെ ഭംഗിയായിട്ട് അത് ആസ്വദിക്കാൻ കഴിയുമായിരുന്നു. അത് ഇടയ്ക്കുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ചില പ്രഖ്യാപനങ്ങൾ, ചില ആശങ്കകളൊക്കെ അത് മുറിഞ്ഞുപോയി. എങ്കിലും എനിക്ക് വലിയൊരു അനുഭവമായിരുന്നു ഈ ക്ലാസ് ഇന്നലത്തേത്. ഞാനത് എടുത്ത് കണ്ടുകൊള്ളാം. പക്ഷേ എങ്കിലും ലോനാൻ സാറിന് അഭിനന്ദനങ്ങൾ. ഇതേപോലെ സാറിനെ പോലെയുള്ള യാത്രാപകരണങ്ങളൊക്കെ ഇങ്ങനെ പകർന്നു തരുമ്പോഴാണ് നമുക്കൊക്കെ അവിടെ പോകാൻ ഒന്നുകൂടെ ഒരു താല്പര്യം തോന്നുന്നത്. വളരെ സാർത്ഥകമായ ഒരു ഈവനിങ്. താങ്ക് യു ലോനാൻ സാർ. സുധീരൻ സാറെ വളരെ നന്ദി, വളരെ സന്തോഷം. ഇന്നലെ വൈഫൈക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഇന്ന് തുടക്കം മുതൽ എന്തോ ഇത് കുറയുന്നു, റേറ്റ് എന്താണെന്നറിയില്ല. മഴയില്ല ഇവിടെ, പക്ഷെ എങ്കിലും അങ്ങോട്ട് തീർത്തല്ലോ എന്നൊരു സമാധാനം നമുക്കുണ്ട് ഇതിനകത്ത്. ഹീറ്റ് വേവ്സ് ആണ്, ഓക്കെ ഹീറ്റ് സാർ, വേവ്സ്. താങ്ക് യു. ചൂടുകാറ്റാണെന്ന് തോന്നുന്നു അല്ലേ, അതുകൊണ്ടായിരിക്കാം. ഓക്കെ, വേറെ ആർക്കെങ്കിലും? ജോർജ് സാർ, ഉഷാകുമാരി മാം, നാഷ്, മേരി സ്റ്റെല്ല, എച്ച്. ജോർജ് സാർ കേൾക്കുന്നോ? സാർ ഞാൻ വരുന്നു. താങ്ക് യു സാർ. ഉലയനൻ സാർ, ഇന്നലത്തെ ബാക്കി കേൾക്കാൻ ഇന്ന് നേരത്തെ മുതൽ കാത്തിരിക്കുകയായിരുന്നു. ഇവിടെ സുധീരൻ സാർ പറഞ്ഞതുപോലെ കൂടെ യാത്രയ്ക്ക് പോയി, പക്ഷെ ഇന്നലെ തോന്നിയ ആ അനുഭവമല്ല ഇന്ന് മനസ്സിലുണ്ടായി. ഇന്നലെ നല്ല മനസ്സ് വളരെ കുതുകത്തോടെ, വളരെ അറിയാനും കേൾക്കാനുമുള്ള ആ താല്പര്യത്തോടെ ആയിരുന്നെങ്കിൽ, ആസ്വദിക്കാനുള്ള താല്പര്യമായിരുന്നെങ്കിൽ, ഇന്ന് വേറെ വേദന നിറഞ്ഞ ഒരവസ്ഥ. എന്ത് ക്രൂരമാണ് ഈ ലോകം അല്ലേ. കത്തി ഓപ്പറേഷൻ ചെയ്യാനും ഉപയോഗിക്കാം, കുത്തിക്കൊല്ലാനും ഉപയോഗിക്കാം എന്ന് പറഞ്ഞ പോലെ മനുഷ്യബുദ്ധി ഇങ്ങനെയായി പോയല്ലോ. ഈ ന്യായവും അന്യായവും അയാൾ ന്യായീകരിച്ചല്ലോ, എൻ്റെ രാജ്യത്തിന് വേണ്ടി ചെയ്തു. അല്ല, ഒരുപക്ഷെ ലോകമഹായുദ്ധത്തിൽ ഇതിൽ കൂടുതൽ ആളുകൾ മരിക്കാനിടയായതിനെ ലഘൂകരിച്ചു എന്ന് വേണമെങ്കിലും വ്യാഖ്യാനിക്കാം. എല്ലാം വ്യാഖ്യാനിക്കാൻ നമ്മുടെ ഈ ബുദ്ധിയുക്തി ഉപയോഗിക്കാമല്ലോ. തൂക്കിക്കൊല്ലാൻ പറയുന്ന യുക്തി തന്നെയാണ്, അല്ലെങ്കിൽ ആ നിയമപുസ്തകം തന്നെ വെച്ചിട്ടാ അവന് വെറുതെ വിടണമെന്ന് പറയണം. അപ്പോൾ ഇതൊക്കെ മനുഷ്യന്റെ ബുദ്ധി തീരണം. പക്ഷേ ഇത് ഒരിക്കലും ഒരു വിധത്തിലും അംഗീകരിക്കാനോ ന്യായീകരിക്കാനോ കഴിയാത്ത സത്യമാണത്. ഇത്ര ഭയാനകമായ, ഇത്ര കിരാതമായ ഒരു ദുരന്തമാണ് അവിടെ ആ ജനം അനുഭവിച്ചത്. അതെ, ഇപ്പോൾ പാലക്കാട് ചൂട് കൊണ്ട് നടക്കുമ്പോൾ ആ ചൂട് അനുഭവിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞു. ഞാനും വീടിന് പുറത്താണ് പോയിരിക്കുന്നത്. അപ്പോൾ പറഞ്ഞു വന്നത്, ഈ ചൂട് ഇതാണ്. അവരൊക്കെ ഉരുകി കരിഞ്ഞ് കത്തി മരിക്കുക എന്ന് പറയുന്നത് ഒരു നിമിഷം കൊണ്ട് ചിലപ്പോൾ കഴിഞ്ഞു പോയി എന്നുള്ളത് ഒരു ഭാഗ്യമായിരിക്കും. പക്ഷെ എന്നാലും ദുസ്സഹമായ ഒരു കൃത്യം തന്നെയാണ്. ലോകത്ത് മനുഷ്യൻ അവശേഷിക്കുന്ന അവസാനത്തെ മനുഷ്യനും ചരിത്രത്തിൽ ഇതൊരു ദുരന്തം തന്നെ എന്നല്ലാതെ പറയുമെന്ന് കരുതുന്നില്ല. ഏതായാലും സാറ് പറഞ്ഞു വന്നപ്പോൾ ഞാൻ പലപ്പോഴും ഓർത്തു, ഈ സയന്റിസ്റ്റ്, അയാളുടെ പേര് പറഞ്ഞല്ലോ, റോബർട്ട് ഓപ്പൺഹൈമർ. അയാള് അവസാന നിമിഷം വരെ ന്യായീകരിച്ചെങ്കിലും പ്രകൃതി അയാൾ വെറുതെ വിട്ടില്ല. അയാളുടെ മനസാക്ഷി കുത്ത് അവസാനം അയാളെ പിടിച്ചു. മാത്രമല്ല, ആ രാജ്യം അയാൾ നിന്ദിക്കുകയും ചെയ്തല്ലോ. ഏറ്റവും ചുരുങ്ങിയ പക്ഷം അയാൾ ഓർത്ത് ശരിക്കും പശ്ചാത്തപിക്കാതെ ഇവിടെ നിന്ന് കടന്നുപോയി എന്ന് കരുതാനാവില്ല. അത് പ്രകൃതി നിയമമായിരിക്കണം. എന്തായാലും
ഇന്ന് ജീവിക്കുന്ന എല്ലാ മനുഷ്യനും എത്രയോ എത്രയോ സ്ഫോടനാത്മകമോ വലിയ ഭയാനാത്മകമോ നമ്മുടെ വാക്കുകൾക്കൊന്നും ഒരു പരിധിയില്ലല്ലോ. അതിൻ്റെ 3000 ഇരട്ടി ശക്തിയുള്ള, അത് ഒരിടത്ത് മാത്രമല്ലല്ലോ, എത്രയോ പേരുടെ കയ്യിൽ എത്ര എണ്ണമായിരിക്കുന്നത്. അപ്പോൾ ഇത് എവിടെയെങ്കിലും തുടങ്ങി വെച്ചാൽ, അല്ല തുടങ്ങാനേ നേരം ഉണ്ടാവുള്ളൂ, അവസാനിപ്പിക്കാൻ നേരമൊന്നും കിട്ടുന്നു വരില്ല. കാരണം അത്രമാത്രം അതിൻ്റെ ശക്തി ഉണ്ട് എന്നാണല്ലോ ഇപ്പം നമ്മൾ ഊഹിക്കുന്നത്. ഏതായാലും സാറിൻ്റെ ലക്ഷ്യം പൂർണ്ണമായി. ഈ ഗ്രൂപ്പിൽ സാറിന് അതെല്ലാവരും ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. സാറിന് കിട്ടിയ അറിവുകൾ, സാറ് കണ്ടത്, അതുപോലെ നല്ല വിദ്യാർത്ഥികളുടെ കൂട്ട് നല്ല താല്പര്യത്തോടു കൂടി തന്നെ സാർ അത് ഒബ്സർവ് ചെയ്തു, കിട്ടാവുന്ന മാക്സിമം ഡേറ്റാസ് കളക്ട് ചെയ്തു, അത് നന്നായി പ്രസൻറ്റ് ചെയ്തു. ഒത്തിരി സന്തോഷം, ഒത്തിരി നന്ദി. ഓക്കെ സാർ, പ്രത്യേക അഭിനന്ദനങ്ങളോടെ നിർത്തുന്നു. താങ്ക് യു. സാർ ഒരു സെക്കൻഡ്. പറയൂ. സാബു സാർ പറഞ്ഞ ഈ 30,000 ആയുധങ്ങൾ ഈ ഭൂമിയിൽ വെക്കുന്നതിന് പകരം മറ്റ് ഗ്രഹങ്ങളിൽ കൊണ്ട് സൂക്ഷിക്കാനുള്ള മത്സരമാണിപ്പോ നടക്കുന്നത്. UN വരെ അതിന് ഇടപെട്ട് കഴിഞ്ഞു. ഈ അടുത്തൊരു പ്രമേയത്തെ റഷ്യ വീറ്റോ ചെയ്യുന്നൊരു അവസ്ഥയുണ്ട്. ഇനി ഭൂമിയിലുള്ള ഈ സാധനങ്ങളൊക്കെ എവിടെയാണ്? ഭൂമി കുഴിച്ച് മൂടി വെച്ചിരിക്കുകയാണ്. കൃത്യമായി ഒരു സ്വിച്ച് മതി, ഒരൊറ്റ സ്വിച്ച് ഏതെങ്കിലും രാജ്യത്തിന് തോന്നിയാൽ മൊത്തം പോയിന്റിലെത്തി. ഓക്കെ സർ. ഓക്കെ, വേറെ ആർക്കെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? ഉഷാകുമാരി മാം, നാഷ്. നമസ്കാരം. നമസ്കാരം പറയൂ. സാർ. ഉലൈന സാറിന്റെ ക്ലാസ് ഇന്നലെയും കുറെ കേട്ടു, ഇന്നും കുറെ കേട്ടു. മുഴുവനായിട്ട് എനിക്ക് കേൾക്കാൻ പറ്റും, പക്ഷെ ഞാൻ കുറെ കേട്ടു. ലോക മനസാക്ഷിയെ മരവിപ്പിക്കുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടത്. ഒരു ഞെട്ടലോടെ അല്ലാതെ അത് കാണാനോ കേൾക്കാനോ നമുക്ക് സാധിക്കും. ലോകം മാപ്പ് കൊടുക്കാത്തൊരു പ്രവൃത്തി തന്നെയാണ് അമേരിക്ക എന്ന് പറഞ്ഞ സ്വാർത്ഥരായ രാജ്യങ്ങളും മറ്റു രാജ്യങ്ങളോട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതൊരു എല്ലാവരും എപ്പോഴും ഓർത്തിരിക്കേണ്ട ദുരന്തമാണ്. സാറ് ലാസ്റ്റ് പറഞ്ഞ പോലെ ഓരോ സ്വിച്ച് ഇട്ടാ തീരാവുന്നതേ ഉള്ളൂ ഇനിയല്ല. അതെല്ലാവരും ഓർക്കണം. നല്ലൊരു ക്ലാസ് ആയിരുന്നു സാർ. താങ്ക് യു സാർ. താങ്ക് യു ഓൾ. ഓക്കെ, താങ്ക് യു സർ. താങ്ക് യു മാം. നാഷ് പറയുന്നുണ്ടോ എന്തെങ്കിലും? ഓക്കെ, അപ്പോൾ ശുദ്ധോദരൻ ഡോക്ടർ കേൾക്കുന്നുണ്ടോ? ഡോക്ടർ പോയായിരുന്നോ? ജപ്പാനിൽ പോയിരുന്നോ? ഓക്കെ, അപ്പൊ ഉലൈന സർ, താങ്ക് യു വെരി മച്ച്. മനോഹരമായ ഒരു വിവരണം, യാത്രാ വിവരണം, അതേപോലെ തന്നെ കുറെ ചരിത്ര സംഭവങ്ങളെ കൂട്ടിച്ചേർക്കുന്നു. തീർച്ചയായും സാറിന്റെ യാത്ര വളരെ ധന്യമായി എന്ന് വേണം പറയാൻ. ഒത്തിരി പ്രയോജനകരമായി. അത് ചരിത്രത്തിന്റെ താളുകളിലേക്ക് ചേർക്കപ്പെട്ടു എന്ന് വേണം വിചാരിക്കാൻ. ഇനി സാറിന് ഒരു കമന്റ്സ് പറഞ്ഞു നിർത്താം. സാർ പറഞ്ഞോളൂ. അഡ്മിറ്റ് ചെയ്യും. എനിക്ക് ഒരു സങ്കടമേ ഉള്ളൂ, കൃത്യമായും നിങ്ങൾക്ക് കേൾക്കാൻ കഴിഞ്ഞില്ല എന്നറിഞ്ഞതിലുള്ള ഒരു സങ്കടം. പക്ഷേ ഇനി അടുത്തൊരു അവസരത്തിൽ നല്ല രീതിയിൽ അത് കൊണ്ടുപോകാം. ജപ്പാൻ യാത്ര വളരെ പെട്ടെന്ന് കയറി വന്നതാണ്. നടക്കേണ്ടത് നടക്കും, അതങ്ങ് ഉറപ്പിച്ചു നടന്നു. പക്ഷേ സാറ് പറഞ്ഞു, നമ്മളെല്ലാം പറഞ്ഞ പോലെ ആദ്യ ദിവസം വളരെ ഭംഗിയായിരുന്നു. രണ്ടാമത്തെ ദിവസം ഈ കാഴ്ചകൾ കണ്ടതോടുകൂടി നമുക്ക് ഒരു തിരിഞ്ഞ നോട്ടത്തിനുള്ള വകയായി. ഈ കഴിഞ്ഞ ദിവസം പത്രത്തിൽ റഷ്യ വീറ്റോ ചെയ്ത ആ സംഭവം കണ്ടപ്പോഴാണ് ഞാൻ അവസാനം പറഞ്ഞ കാര്യം, ഒരു സ്വിച്ച് കൊണ്ട് അവസാനിക്കാവുന്നതേ ഈ ലോകത്തുള്ളൂ. ജപ്പാനികൾ ഏറ്റവും അഹങ്കാരികളായ ഒരു കൂട്ടം മനുഷ്യരായിരുന്നു. ഒരു ബോംബ് അവരെ സാധാരണ മനുഷ്യരായി, നല്ല മനുഷ്യരാക്കി മാറ്റാൻ കഴിയും. അപ്പൊ നമ്മളെ മാറ്റാൻ ഒരു ബോംബ് പ്രതീക്ഷിക്കേണ്ട, നമ്മൾ സ്വയം മാറുക, അത്ര മാത്രമേ പറയാനുള്ളൂ സർ. താങ്ക് യു. സോ താങ്ക് യു വെരി മച്ച്. നാളെ നമുക്ക് മ്യൂസിക് തെറാപ്പിയില് ജാനകി അമ്മയുടെ പാട്ടുകളാണ്, പ്രത്യേകിച്ച് ജാനകി അമ്മയുടെ ജന്മദിനവുമായിട്ട് ബന്ധപ്പെട്ട്.
അപ്പൊ ആ പാട്ടുകളൊക്കെ ഒന്ന് ഓർത്തിരിക്കുക, എല്ലാവരും കടന്നു വരിക. താങ്ക് യു ലയനൽ സാർ, ഒരിക്കൽ കൂടി താങ്ക് യു ആൻഡ് ഗുഡ് നൈറ്റ്. സി യു.